വിവാദങ്ങൾക്ക് വിട നൽകിക്കൊണ്ട് ഇത്തവണത്തെ തൃശൂർ പൂരത്തിന് കൊടിയേറാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കൊടിയേറ്റത്തിനുള്ള കൊടിമരവും കൊടിക്കൂറയും തയ്യാറാക്കുന്ന അവസാനഘട്ട തിരക്കിലാണ് അടിയന്തരക്കാരായ ആശാരിമാരും പാരമ്പര്യ അവകാശികളായ കൊടിക്കൂറ നിർമ്മാതാക്കളും. പ്രധാന പൂരം പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടക ക്ഷേത്രങ്ങളിലും മേടമാസത്തിലെ മകേര്യം നാളായ ബുധനാഴ്ച കൊടിയേറും. പാരമ്പര്യാവകാശികളായ ആശാരിമാരാണ് കൊടിമരം തയ്യാറാക്കുന്നത്. തിരുവമ്പാടിക്ക് വേണ്ടി വർഷങ്ങളായി കൊടിമരം തയ്യാറാക്കി വരുന്നത് മനക്കുടി സ്വദേശി താഴത്തുപുരയ്ക്കൽ സുന്ദരനും മകൻ സുഷിത്തുമാണ്. പാറമേക്കാവിന് വേണ്ടി പറവട്ടാനി സ്വദേശി ചെമ്പിൽ കണ്ണനും കണ്ണന്റെ മകൻ കൃഷ്ണയും ചേർന്നാണ് കൊടിമരം തയ്യാറാക്കി വരുന്നത്. കൊടിമര നിർമ്മാതാക്കളായ ആശാരിമാർ 2 ആഴ്ചയോളം വ്രതമെടുത്താണ് കൊടിമരം തയ്യാറാക്കുന്നത്. കൊടിമരത്തിൽ ആലിലയും മാവിലയും ദർഭപ്പുല്ലും കെട്ടി അലങ്കരിച്ച ശേഷം ദേശക്കാർക്ക് കൈമാറുകയും തുടർന്ന് ദേശക്കാർ ചേർന്നാണ് കൊടിയേറ്റുന്നത്. പൂർവികർ ചെയ്തു വന്നിരുന്ന കൊടിമര നിർമ്മാണം തുടർന്നുകൊണ്ടു പോകാനാകുന്നതിൽ സന്തോഷമുണ്ടെന്നും ഇത് കുടുംബത്തിന്റെയും തറവാടിന്റെയും ഭാഗ്യമായി കരുതുന്നതായും ചെമ്പിൽ കുട്ടനാശാരിയും താഴത്തുപുരയ്ക്കൽ സുന്ദരനാശാരിയും പറയുന്നു. 14 ദിവസം വ്രതമെടുത്തിട്ടാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഇതിനു വേണ്ടിയുള്ള കവുങ്ങളൊക്കെ ദേവസ്വം തന്നെ ഞങ്ങൾക്ക് തയ്യാറായി തരും. അച്ഛനൊക്കെ ആയിട്ട് ഇങ്ങനെ വർഷങ്ങളായിട്ട് ചെയ്തു വന്നിട്ടുള്ളതാണ്. അച്ഛൻ്റെ കാലശേഷം ഇപ്പം ഞാനാണത് ചെയ്യുന്നത്. ഇത് കൊടിമരം ചെത്തി ഒഴിഞ്ഞ് തയ്യാറാക്കി ദേവസ്വക്കാർക്ക് അതിൻ്റെ കൊടിക്കൂറിയും മറ്റു ചമയങ്ങളൊക്കെ തയ്യാറാക്കി കെട്ടി വൃത്തിയാക്കി ഞങ്ങൾ അവരെ ഏൽപ്പിക്കും. ദേശക്കാരാണ് കൊടി ഉയർത്തുന്നത്. ഇത് ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ തറവാട്ടിലേക്കൊക്കെ ഒരു ഭാഗ്യമായിട്ടും ദൈവീയ അനുഗ്രഹം കൂടി ഞങ്ങൾക്കുണ്ട്. തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ കൊടിമരം നാട്ടിലെ ദേശത്തൊരു ആശേരി എന്ന നിലയ്ക്ക് ശക്ത തമ്പുരാൻ്റെ കാലത്ത് തന്നെ കിട്ടിയൊരു അവകാശമാണ്. ഇത് അച്ഛനായിട്ടാണ് നടത്തിക്കൊണ്ട് പോരാറുള്ളത്. 10-60 വർഷം അച്ഛൻ നടത്തി പോകുന്നു. അതിന് ശേഷം ഞാനും ഇപ്പോൾ എൻ്റെ മകൻ സുഷിത്തും കൂടി ചെയ്തു വരുന്നത്. ഇപ്പം മൊത്തം 75 കൊല്ലത്തോളം അതിൻ്റെ ഇപ്പോൾ ചെയ്തു വരുന്നത്. 10 കോല് നീളത്തിൽ കൊടിമരം വളർന്നിട്ട് ഭൂമിക്ക് ഒരു കോലും ഭൂമിയുടെ മുകളിലേക്ക് 9 കോലും 6 വരലും അളവിൽ പണി തീർത്ത് ചുറ്റളവ് തറ 20 വരലും 18 വരലും ചുറ്റളവും. തിരുവമ്പാടി വിഭാഗത്തിന് കൊടിയേറ്റത്തിനുള്ള കൊടിക്കൂറ തയ്യാറാക്കുന്നത് ക്ഷേത്രത്തിലെ അനന്തരാവകാശികളായ കുട്ടൻകുളങ്ങര സ്വദേശി സുന്ദരേശൻ നായരും മകൻ സുജിത്തും കുടുംബാംഗങ്ങളും ചേർന്നാണ്. പാറമേക്കാവിനു വേണ്ടി ഏതാനും വർഷങ്ങളായി കൊടിക്കൂറ തയ്യാറാക്കുന്നത് അന്തിക്കാട് പടിയം സ്വദേശി മാമ്പുള്ളി വേണുഗോപാലും സഹോദരിമാരായ ഇന്ദിര, കോമള, സതി, ഷീജ എന്നിവർ ചേർന്നാണ്. ഭക്തിയും പാരമ്പര്യവും ഇഴപിരിച്ച് ഇവർ നെയ്തെടുക്കുന്ന കൊടിക്കൂറയാണ് കൊടിയേറ്റത്തിന് ഉപയോഗിക്കുന്നത്. ഒരു വശത്ത് സിംഹമുദ്രയും മറുവശത്ത് നീലചന്ദ്രക്കലയും ആലേഖനം ചെയ്ത സപ്തവർണ്ണ കൊടിയാണ് പാറമേക്കാവിനു വേണ്ടി നിർമ്മിക്കുന്നതെന്നും ഭഗവതിക്ക് വേണ്ടി കൊടി നിർമ്മിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും വേണുഗോപാൽ പറഞ്ഞു. കുറച്ച് വർഷങ്ങളായി ഞാൻ തന്നെ ചെയ്യുന്നത്. എല്ലാം പുതിയ തുണികളാണ് ഞങ്ങൾ ഉപയോഗിക്കുക. ഞാനും 2 ചേച്ചിമാരും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യും. ഒരു 4 ദിവസം മേലെ കൂടുതലായി ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ഭഗവതിക്ക് വേണ്ടിയിട്ട് കളർ കൊടികൾ ഒരു 11 കളർ കയറിയിട്ടുണ്ട്. ഇതിൽ എല്ലാം പുതിയത്, ഒന്നും പഴയതിൽ ഉപയോഗിക്കില്ല. പൂരത്തിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരു വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ള അതിയായ മോഹം സന്തോഷവും ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ കുറച്ച് വർഷമായിട്ട് ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിരുവമ്പാടിക്ക് വേണ്ടി പതിറ്റാണ്ടുകളായി സപ്തവർണ്ണ കൊടിക്കൂറ തയ്യാറാക്കുന്നത് കുട്ടൻകുളങ്ങര സ്വദേശി ആധാർകോട് സുന്ദരേശൻ നായരും മകൻ സുജിത്തും കുടുംബാംഗങ്ങളും ചേർന്നാണ്. പ്രായാധിക്യത്തിന്റെ ശാരീരിക അവശതകൾ അലട്ടുന്നുണ്ടെങ്കിലും ഇന്നും കൊടിക്കൂറ നിർമ്മാണം തുടങ്ങിവെക്കുന്നത് സുന്ദരേശൻ തന്നെയാണ്. ദേവസ്വത്തിന്റെ ആവശ്യപ്രകാരം ഇത്തവണ കൊടിയുടെ നീളത്തിലും വീതിയിലും കുറച്ച് വ്യത്യാസം വരുത്തിയതായി സുജിത്ത് പറയുന്നു. വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ്. 10-65 വർഷം മുകളിലായിട്ട് തൃശ്ശൂർ പൂരത്തിന് നമ്മൾ തന്നെയാണ് കൊടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം കൊടി കുറച്ച് വലുപ്പം കൂട്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. നീളത്തിലും വീതിയിലും കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. വേറെ പ്രത്യേകത ഒന്നുമില്ല. സപ്തവർണ്ണത്തിൽ തന്നെയാണ് ബാക്കി കാര്യങ്ങൾ എല്ലാ വർഷത്തെ പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രാരംഭം അച്ഛൻ തന്നെയാണ്. അച്ഛൻ മുൻകൈ എടുത്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഫിനിഷ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ അടുത്ത വർഷം കൂടി ഇതിന് യോഗം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവമ്പാടി വിഭാഗം ക്ഷേത്രത്തിൽ കൊടി കയറ്റിയ ശേഷം നായ്ക്കനാലിലെയും നടുവിലാലിലെയും ആൽമരത്തിലും പാറമേക്കാവ് വിഭാഗം ക്ഷേത്ര നടയ്ക്ക് സമീപമുള്ള പാലമരത്തിലും മണികണ്ഠനാലിലും പൂരം പതാകകൾ ഉയർത്തും. കൊടിയേറ്റത്തിന്റെ 7ാം നാളിലാണ് ചരിത്രപ്രസിദ്ധമായ തൃശൂർ പൂരം.